ഹായ് മക്കളെ, സാലിസാറാണ്. വെൽക്കം ടു ഫൈക്ക ഫാമിലി. മക്കളെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാകും. ഫിസിക്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ. ഈ ചാപ്റ്ററിന്റെ ബേസിക് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് അല്ലെ? ബേസിക് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പാർട്ട് 1 പഠിച്ചു. പാർട്ട് 1 നമ്മൾ ഫസ്റ്റ് ഇത് പഠിച്ചു. ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? പാർട്ട് 2 ആണ്. എന്താണ്? പാർട്ട് 2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ബേസിക്കും പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ബേസിക്കും പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഈ ഭാഗം പാർട്ട് 2 കാണാൻ മനസ്സിലാവില്ല. അപ്പൊ പാർട്ട് 1 നമ്മൾ എന്തൊക്കെ പഠിച്ചു ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക്. നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്മള് ആംപ്ലിറ്റ്യൂഡ്, ഓസിലേഷൻ എന്താ പറഞ്ഞു? ഓസിലേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? എന്താണ് ഓസിലേഷൻ? നിങ്ങൾക്ക് ഓർമ്മയല്ലേ? പറഞ്ഞിരുന്നു നമ്മള്. അപ്പൊ ഓസിലേഷൻ പറഞ്ഞു. ശ്രദ്ധിക്കട്ടോ. ഇതാ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ പെന്നിലൊക്കെ വരച്ചിരുന്നു. എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യും. കറക്റ്റ് കാണിച്ചു തന്നിരുന്നു ഞാനിങ്ങനെ അല്ലെ? ബോർഡ് വെച്ചിട്ട് കാണിച്ചു തന്നിരുന്നു. ജസ്റ്റ് പോയി കണ്ടാൽ മതി. അപ്പൊ എന്ത് പഠിച്ചു? ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ മാക്സിമം സ്ഥാനാന്തരമാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു. പിന്നെ ടൈം പീരീഡ് എന്താ പഠിച്ചു അല്ലെ? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം, ഇങ്ങനെ പോയി ഇങ്ങോട്ട് എടുക്കാനുള്ള സമയം, അതാണ് എന്ത്? ടൈം പീരീഡ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചടാ? അതിനുശേഷം നമ്മൾ പഠിച്ചു ഫ്രീക്വൻസി പഠിച്ചു. ഓക്കെ, അതിന്റെ കൂടെ ഇവിടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് tt/n, ഒന്ന് F = n/t പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ഒരു പെട്ടിക്കോളൊക്കെ വരച്ചൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു. ഓർമ്മ ഉണ്ടോ? ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തു. അത് നമ്മൾ എന്ത് പഠിച്ചു? നമ്മളൊരു പുതിയൊരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. എന്തായിരുന്നു ആ ഇക്വേഷൻ? F = 1/t. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. വളരെ ഷോർട്ടാക്കി പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് പഠിക്കാനുള്ളത് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തിയാണ്. അപ്പൊ എന്താ നാച്ചുറൽ ഫ്രീക്വൻസി? എന്താ സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, നോക്കിക്കോളൂ. ഫ്രീക്വൻസി പറഞ്ഞാൽ എനിക്കറിയാം. ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താ? മക്കളെ, ഞാൻ എന്റെ കയ്യിൽ ബോളൊന്നും നോക്കിയപ്പോ എന്തില്ല, കാണാനില്ല. പെട്ടെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ്, നോക്കിക്കോളൂ. കണ്ടിട്ട് ആരും എന്ത് ചെയ്യണ്ട, ശരിക്കും വളരെ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പോ ഇതാണെന്ത്? ഒരു ഊഞ്ഞാലാണ് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ സിമ്പിൾ പെൻഡുലം അല്ലെ? ഇങ്ങനെ നിൽക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക. അങ്ങോട്ട് ഇതാണ് ഓസിലേഷൻ. അപ്പൊ എന്താണ് ഫ്രീക്വൻസി പറഞ്ഞാല്? ഞാൻ ഇയാൾക്ക് ഒരു സെക്കൻഡ് സമയം കൊടുക്കണം. ഒരു സെക്കൻഡ് സമയത്തിൽ ഇയാൾ എത്ര വട്ടം ഓസിലേറ്റ് ചെയ്യുന്നത്? എന്താണ് ഒരു ഓസിലേഷൻ പറഞ്ഞാല്? ഇവിടെ തുടങ്ങി ഇവിടെ തന്നെയാണ് എന്ത്? ഒരു ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഒരു സെക്കൻഡ് സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് സമയത്തിൽ ഇയാൾ എത്ര വട്ടം ആടുന്നു, എത്ര വട്ടം ഓസിലേറ്റ് ചെയ്യുന്നോ അതിന്റെ എണ്ണമാണ് എന്ത്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടോ? ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യാൻ വൈബ്രേറ്റ് അല്ലേ? ഇതിന്റെ വൈബ്രേഷൻ അല്ലേ? വൈബ്രേഷൻ ആണെന്ന് പറഞ്ഞൂടെ? പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലേ വേണം? നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സ്കൂളിൽ കറണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? പിയൂൺ എന്ത് ചെയ്യും? നമ്മളെ സ്കൂളിൽ എന്ത് ചെയ്യും? ബെല്ലടിക്കും, കറണ്ട് ഒന്നും ഇല്ലെങ്കിൽ അല്ലെ? ഒരു മെറ്റൽ ബോഡി സാധനം ഉണ്ടാവും അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യും? ചുറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ എന്തെങ്കിലും ദണ്ട് കൊണ്ടൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ അടിക്കാറുണ്ട്. അപ്പൊ നല്ല സൗണ്ട് ആവാറുണ്ട് അല്ലെ? ബെല്ല് നല്ലോണം മുഴങ്ങാറുണ്ട്. അതിന്റെ കാരണം എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അയാൾ എങ്ങനെ അത് അടിക്കല്? ഇങ്ങനെ പിടിച്ചിട്ട് ആ ബെല്ലിന്റെ ആ അടിക്കുന്ന ഈ ഒരു ഭാഗത്ത് അയാൾ തൊടുവോ? ഇല്ല. അതിന്റെ ഒന്നെങ്കിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താവും? അതിന് പിടിക്കാൻ കയറുണ്ടാവും, ഒരു ത്രെഡ് ഉണ്ടാവും ഇല്ലേ? എന്നിട്ട് ആ ത്രെഡ് പിടിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ആ മെറ്റൽ ബോഡി ഇങ്ങനെ അടിക്കുക. ആ മെറ്റൽ ബോഡി ഒറ്റ അടിച്ചാൽ അറിയോ? കുറെ വട്ടം അടിക്കണ ആലേക്കണ്ട, ഒറ്റ ഒരു അടി. എന്താണ്? ക്ലാസ് നമ്മൾ ഉള്ളിൽ കയറാൻ വല്ലല്ല, ഒരു പീരീഡ് കഴിഞ്ഞിട്ട് ഇന്റർവെല്ലാണ്. അപ്പൊ എന്ത് ചെയ്യുള്ളൂ? ഒറ്റടി അടിക്കാം. ആ ഒറ്റടി അടിക്കുമ്പോ ഒരു സൗണ്ട് ഉണ്ടാവൂലേ? ഉണ്ടാകും. അപ്പൊ ഒറ്റ അടി അടിക്കുമ്പോ ഇങ്ങനെ അതിനെ ഫ്രീ ആക്കി ഇട്ടിക്കല്ലേ? ഫ്രീ ആക്കി ഇട്ടിട്ടാലും അതിനെ പിടിച്ച് നിൽക്കണം. അത് ഈ മെറ്റൽ ബോഡി ഇങ്ങനെ പിടിച്ച് കാണും. അല്ല, മെറ്റൽ ബോഡി പിടിച്ചിട്ടില്ല, അതിനെ ആടാൻ ഫ്രീ ആക്കി ഇട്ടിക്കാണ്, ആടാൻ വേണ്ടിയിട്ട് അല്ലെ? നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ ഫ്രീ ആക്കി ഇട്ടിക്കണം. ആ ഫ്രീ ആക്കി ഇടുമ്പോ ഒരു ഇത് കൊടുക്കുമ്പോ, ഒരൊറ്റ അടി കൊടുക്കുമ്പോ എന്ത് ചെയ്യും? അതിന്റെ ഒരു ആവൃത്തിയിൽ ഇങ്ങനെ കമ്പനി ചെയ്യും. വീണ്ടും കൊടുക്കണില്ല, ഒറ്റടി. ആ ഒറ്റടി അടിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂലേ? ഈ വൈബ്രേഷൻ ആണല്ലോ എന്ത്? ഫ്രീക്വൻസി. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞത് ഓസിലേറ്റ് ചെയ്യല്ലേ? ഈ ഓസിലേഷൻ ആണല്ലോ എന്ത്? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. അപ്പോ അതിനെ ഫ്രീ ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ തനതായ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? ആവൃത്തിയിൽ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി. ഇന്നേറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. അതിന്റെ സ്വാഭാവിക ആവൃത്തി. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? അപ്പൊ മനസ്സിലാക്കുക, നാച്ചുറൽ ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ ഫ്രീ ആക്കി ഇടാം, ഒരൊറ്റ തട്ട് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? അതിന്റെ സ്വാഭാവിക ആവൃത്തിയിൽ ഇങ്ങനെ കമ്പനി ചെയ്യും. വീണ്ടും കൊടുക്കണ്ട, ഒറ്റ തട്ടിൽ എന്ത് ചെയ്യും? എത്രത്തോളം വൈബ്രേഷൻ ചെയ്യുന്നോ അതാണ് എന്ത്? അതിന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെ? ഒറ്റ തട്ടില് ഫ്രീ ആക്കി ഇടുമ്പോ അത് എത്രത്തോളം വൈബ്രേറ്റ് ചെയ്യുന്നോ
അതാണ് അതിന്റെ സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ? നമുക്ക് ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടോ? ട്യൂണിംഗ് ഫോർക്ക് ഇത് കാണുന്നുണ്ടോ? ഞാൻ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടല്ലോ. ഇത് ഞാനിങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലേ? കേൾക്കുന്നുണ്ടാവും മനസ്സിലാക്കുന്നു. ഓക്കെ, ഒരു മുഴക്കം കേൾക്കുന്നുണ്ടോ? ഞാൻ അത് ഒറ്റ അടി അടിക്കണുള്ളൂ. ഒറ്റ അടി തിന്നെ ശരിക്കും ഇതിന് ഹാമർ വേണം. ഒറ്റ അടി അടിക്കണുള്ളൂ. ഈ ഒറ്റ അടി അടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒറ്റ അടി അടിക്കുമ്പോഴല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവുന്നുണ്ട്. നമുക്ക് കാണുന്നില്ല എന്നുള്ളൂ. നമുക്ക് തൊട്ടാൽ മനസ്സിലാവും ഇവിടെ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവില്ലേ? അപ്പൊ ഇതിന് ഒറ്റ എടുക്കുമ്പോൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യല്ലേ? വൈബ്രേറ്റ് ചെയ്യാണ്. ഈ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഞാൻ ഇവിടെ പിടിക്കുന്നത് ദണ്ടിലാ പിടിക്കുന്നത്. അപ്പൊ ഇതിനെ ഫ്രീ ആക്കി ഇട്ടിക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് ഇങ്ങനെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അതിന് സ്വന്തമായിട്ട് ഇതിങ്ങനെ ഫ്രീ ആക്കി ഇടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യണം. എന്ത്? സ്വാഭാവിക ആവൃത്തി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി 512 ഹെർട്സ് ആണ്. അതിന്റെ ഫ്രീക്വൻസി എന്താണ്? 512 ആണ്. അതായത് ഒരു സെക്കൻഡ് 512 എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യുന്ന അർത്ഥം. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്വാഭാവിക ആവൃത്തി? വാട്ട് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി? വെൻ ആൻ ഒബ്ജെക്ട് വൈബ്രേറ്റ് ഫ്രീലി, അതിനെ ഫ്രീ ആക്കിയിടണം. ഇറ്റ് വൈബ്രേറ്റ്സ് ഇറ്റ്സ് ഇന്നേറ്റ് ഫ്രീക്വൻസി. അതെന്ത് ചെയ്യും? അതിന്റെ സ്വാഭാവിക ആവൃത്തിയിൽ എന്ത് ചെയ്യും? കമ്പനി ചെയ്യും. ദിസ് ഈസ് നാച്ചുറൽ ഫ്രീക്വൻസി. അതാണ് എന്ത്? അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പറയും ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിപ്പിച്ചാൽ അതിന്റെ തനതായ ആവൃത്തിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്? കമ്പനം ചെയ്യാണ്. ഇവിടെ പറയുന്നുണ്ട് ഇന്നേറ്റ് ഫ്രീക്വൻസി പറയുന്നത്. ഇന്നേറ്റ് പറഞ്ഞാൽ തനതായ, അതിനൊരു ആവൃത്തി ഉണ്ടാവും അല്ലെ? ഇതിനൊരു ആവൃത്തി ഉണ്ടാവും എന്തായാലും. ഇതിങ്ങനെ മുട്ടുമ്പോൾ ഇതിനൊരു വൈബ്രേഷൻ ഉണ്ടാവും. അതിന്റെ വൈബ്രേഷനിൽ ഇങ്ങനെ എന്ത് ചെയ്യും? സ്വയം ചെയ്യും, അങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ? ഈ ആവൃത്തിയാണ് വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി. സർ മനസ്സിലായി? ക്ലിയർ ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ആൻ ഒബ്ജെക്ട്? അല്ലെ, ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എടാ, ഒന്നാമത്തെ കാര്യം, അതായത് ഇപ്പോ ഞാനിത് തട്ടിയത് അല്ലെ, ഇത് തട്ടിയില്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സൗണ്ട് ആവുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തട്ടുമ്പോ സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഞാൻ തട്ടിയത് ഇതെന്താ? ഫസ്റ്റ് പറഞ്ഞിട്ട് ഇതിന്റെ കേട്ടോ, ഇതിപ്പോ ഇവിടെ നിങ്ങള് പൈപ്പാണ്, പ്ലാസ്റ്റിക്കിന്റെ പൈപ്പാണ്. ഇതൊരു പ്ലാസ്റ്റിക് ആണ്. തടണ ഇത് പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് എത്രത്തോളം ഉണ്ടാവുമോ? അത്തോളം ഫ്രീക്വൻസി ഉണ്ടാവുമോ? അത്തോളം വൈബ്രേറ്റ് ചെയ്യോ? ഇരുമ്പ് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ പ്ലാസ്റ്റിക് വൈബ്രേറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ സ്വാഭാവിക ആവൃത്തി സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവം. ഇരുമ്പ് കൊട്ടും പോലെയാണോ നമ്മള് പ്ലാസ്റ്റിക് കൊട്ടിയാൽ? അല്ല. അപ്പൊ ഒരു അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സ്വാധീനിക്കുന്ന ഘടകം ഫാക്ടേഴ്സ് എഫക്ട് എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ ഫ്രീക്വൻസി എന്താണ്? ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ഫ്രീക്വൻസിയിലെ മാറ്റം എന്താണ്? ഒന്നെന്താണ് പദാർത്ഥത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. രണ്ടാമത്തെ ഒരു കാര്യമാണ്, നിങ്ങള് ചില വീട്ടിലെ കണ്ടിണ്ടാകും. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാവും, നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ തൂക്കിയിടാറുണ്ട്. അത് ഇങ്ങനെ ഒരു മണി അടിക്കുമല്ലോ, ഇങ്ങനെ അടിക്കും. കണ്ടില്ല നിങ്ങള്? ഇതിന്റെ ഓരോന്നും ഓരോ ലെങ്തേക്കാരം. ആ മണി അടിക്കുന്നത് ചില വീട്ടിലൊക്കെ ഉണ്ടാവും, സിറ്റ് ഔട്ടിലൊക്കെ വെക്കാറുണ്ട്. ആ മണി അടിക്കണത് ശ്രദ്ധിക്കട്ടോ, ആ മണി ഇങ്ങനെ അടിക്കണത് പിന്നെ എപ്പോഴും ഒരേ സൗണ്ട് ആയാലും അല്ല, സൗണ്ട് ഇങ്ങനെ മാറും, ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. എന്തുകൊണ്ടെങ്കിൽ അറിയോ? ഇതിന് ലെങ്ത് കൂടുതലാണ്, ഇതിന് ലെങ്ത് കുറവാ. അപ്പൊ ലെങ്ത്തിലെ മാറ്റം എന്തുണ്ടാകുന്നുണ്ട്? ഇന്നേറ്റ് ഫ്രീക്വൻസിയെ സ്വാധീനിക്കും, സ്വാഭാവിക ആവൃത്തി സ്വാധീനിക്കും. അതായത് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഫാക്ടേഴ്സ് ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? ലെങ്ത് ഓഫ് ദി മെറ്റീരിയൽ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ മതി. മെറ്റീരിയൽ അല്ല, ലെങ്ത് ഓഫ് ദി ഒബ്ജെക്ട്. ലെങ്ത് കൂടിയതും കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഈ സാധനം ഫാൻസി സാധനമാണിത്. ഇതിന്റെ ഓരോ കമ്പി എന്താണ്? ഓരോ ലെങ്ത് തരം. എന്തിനാക്കണമെങ്കിൽ അറിയോ? അവർക്ക് ഫിസിക്സ് അറിയാൻ തന്നെ ആയിരിക്കാം അല്ലെ? അതെന്താക്കണം? എന്തിനാണ്? അതിന്റെ സൗണ്ട് ഇങ്ങനെ വേരിയേഷൻ വരാൻ. കാരണം ഫ്രീക്വൻസിയിൽ മാറ്റം വരും. ഫ്രീക്വൻസി പറഞ്ഞാൽ വൈബ്രേഷൻ ആണല്ലോ, വൈബ്രേഷൻസ് ആണല്ലോ സൗണ്ട്. അപ്പൊ എന്താണ് ലെങ്ത് ഓഫ് ദി ഒബ്ജെക്ട് അല്ലെങ്കിൽ വസ്തുവിന്റെ വലുപ്പം. ഓക്കെ, പിന്നെ ഇത് പറഞ്ഞു, നേച്ചർ ഓഫ് പറഞ്ഞു. പിന്നെ അടുത്ത് ഗിറ്റാറിന്റെ സ്ട്രിങ് നോക്കി നിങ്ങൾ, ചിലത് കട്ടി കുറഞ്ഞ്, ചിലത് കട്ടി കൂടി ഇങ്ങനെ വരേ കാര്യം. കട്ടി കുറഞ്ഞ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? നന്നായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? ഇങ്ങനെ ആലോചിച്ച് കട്ടി കുറഞ്ഞ സാധനം എന്ത് ചെയ്യുള്ളൂ? നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. കമ്പി വലിച്ച് നീട്ടി കട്ടി കുറവാണ് ചോദിച്ചോളൂ. അപ്പൊ ഇങ്ങനെ ആക്കി എന്ത് ചെയ്യും? ഡുംബർ എന്ത് ചെയ്യും? നന്നായിട്ട് വൈബ്രേറ്റ്. ഇപ്പൊ നിങ്ങൾ ആക്സോൺ ബ്ലേഡ് നോക്കാം, ഈ ആക്സോൺ ബ്ലേഡ് ആയിക്കോളി വൈബ്രേറ്റ് ചെയ്യുന്നത് ഇല്ലേ? ഇതിനൊന്നുകൂടി ഫ്രീ ആക്കിയിട്ടാണ് എന്തായ ഫ്രീക്വൻസി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും.
അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇത് എക്സ്പെർട്ട് കട്ടിയല്ലോ കുറഞ്ഞോണ്ടാ, കട്ടി നല്ല കട്ടിണ്ടെങ്കിലോ ഇത് കത്തിയാണെങ്കിലോ അങ്ങനെ ആവൂല. അപ്പൊ എന്ത് ചെയ്യും, സൈസ് എന്ന് പറഞ്ഞ എന്ത് പറയണം, സൈസ് ഓഫ് ദി ഒബ്ജക്ട്, വസ്തുവിന്റെ വലുപ്പത്തിന് എന്ത് ചെയ്യും, സൗണ്ട് നാച്ചുറൽ ഫ്രീക്വൻസി മാറും. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഞാൻ റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ആക്കി. അപ്പൊ എന്ത് ചെയ്യും, അത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ഇന്ന് വലിവ് കുറച്ചാലോ അങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനത്തോളം വൈബ്രേറ്റ് ചെയ്യൂല. അതിന്റെ പേരാണ് ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി. നമ്പർ ഇങ്ങനെ വലിച്ചു പിടിക്കൂലേ, ഇലാസ്റ്റികത എന്നാണ്. ഇങ്ങനെ പിടിച്ചെന്ത് ചെയ്യും, അങ്ങോട്ടും പോകുന്ന സംഭവം. അതിനാണ് ഒരു ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, അതിന്റെ ഇലാസ്റ്റിസിറ്റി പറഞ്ഞാല് ഇങ്ങോട്ട് പോയി കണ്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരാനുള്ള കഴിവാണ് അല്ലെ. അപ്പൊ ഈ ഇലാസ്തികത എന്താണ് ഒരു കാരണം. ഇലാസ്തികത നല്ലോണം അങ്ങനെ വലിച്ചു നീട്ടി കഴിഞ്ഞാല് എന്ത് ചെയ്യും, നന്നായിട്ട് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഇലാസ്തികത കുറഞ്ഞാലോ വൈബ്രേറ്റ് ചെയ്യില്ല. നമുക്കറിയാം റബ്ബർ ബാൻഡ് വലിച്ചു പിടിച്ചാലും എന്ത് ചെയ്യും, നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി അതാണ് ഇവിടെ പറയാൻ പോണത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി? നേരത്തെ ക്വസ്റ്റൻ തന്നെയാണ്. അപ്പൊ എന്താണ്, ലെങ്ത് ഓഫ് ദി ഒബ്ജക്ട് അല്ലെ, വസ്തുവിന്റെ നീളം. സൈസ് ഓഫ് ദി ഒബ്ജക്ട്, വസ്തുവിന്റെ വലുപ്പം. ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത. ഒന്നുകൂടി പറഞ്ഞു, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, പദാർത്ഥത്തിന്റെ സ്വഭാവം. ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഇത് എക്സാമിന് ചോദിക്കട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. സെറ്റ് അല്ലേ? ഓക്കെ സർ, മനസ്സിലായി. അതിന് നമുക്ക് അടുത്ത ടോപ്പിക് പഠിക്കാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം. എടാ സിമ്പിൾ ആണ്. നമ്മളിപ്പോ ഞാൻ എന്റെ മൊബൈൽ ഫോൺ എന്ത് ചെയ്തു, ഇവിടെ മൊബൈൽ ഫോൺ കാണുന്നുണ്ടാവും. സോറി, ഇവിടെ മൊബൈൽ ഫോൺ കാണുന്നുണ്ടാവും. എന്റെ മൊബൈൽ ഫോണെ വൈബ്രേഷൻ മോഡിലാക്കി വെച്ചു. എന്നിട്ട് മേശമല വെച്ച് ഇവിടെ മേശമല വെച്ചത്. ഈ മേശമ വെക്കുമ്പോ എന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ എന്തും വൈബ്രേറ്റ് ചെയ്യാറുണ്ട്, മേശയും വൈബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്തപ്പോ അതിന്റെ തൊട്ടടുത്ത വസ്തു ഇത് വൈബ്രേറ്റ് ചെയ്തു. അതിന് വിളിക്കുന്ന പേരാണ് പ്രണോദിത കമ്പനം. ഈ വൈബ്രേഷൻ ആരെ പ്രണയിക്കുക? ടാബിളിനെ പ്രണയിച്ചു. അതാണ് പ്രണോദിത കമ്പനം. ഇത് കമ്പനി ചെയ്യുമ്പോൾ, ഫോൺ കമ്പനി ചെയ്യുമ്പോൾ ആരും കമ്പനി ചെയ്യും, നമ്മുടെ മേശിംഗ് കമ്പനി ചെയ്യും. ഇത് കമ്പനം ചെയ്തുകൊണ്ടല്ലേ മേശ കമ്പനി ചെയ്ത്, അതാണ് പ്രണോദിത കമ്പനം. അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇപ്പോ ഈ ഇംഗ്ലീഷ് വരെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇയാൾ എന്ത് ചെയ്തു, ടേബിളിനെ ഫോഴ്സ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്യുക. അതാണ് ഒരാളെ വൈബ്രേഷൻ മൂലം മറ്റൊരാൾ വൈബ്രേറ്റ് ചെയ്യുക. അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇപ്പൊ നിങ്ങൾ മിക്സി കറക്കുമ്പോൾ, ടാബ്ലറ്റ് മിക്സി കറക്കുമ്പോൾ എന്ത് ചെയ്യും, മിക്സി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും, ടാബിളും വൈബ്രേറ്റ് ചെയ്യും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നോക്കിക്കോട്ടോ. ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിൽ അതിൽ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാണ്. കഴിഞ്ഞ വർഷം ഒന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു, അതിന് മിസ്സായി പോയി. ഇത് പുതിയ ഉണ്ടാക്കിയ. ഇപ്പൊ ഞാൻ ഈ ആക്സോബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഈ ആക്സോബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഞാൻ ഇതിനെ മാത്രം വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ ഇയാളെ വൈബ്രേഷൻ മൂലം ബാക്കിയൊക്കെ വൈബ്രേറ്റ് ചെയ്യുക. മനസ്സിലാവുണ്ടല്ലോ? കാണുന്നുണ്ടോ? ഓക്കെ സർ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇയാളെ വൈബ്രേഷൻ മൂലം ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്, ഒരു ചെറിയ തരത്തിൽ ഇയാളെ വൈബ്രേഷൻ പിന്നെ ബാക്കിയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ടല്ലോ, ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്. ജസ്റ്റ് ഒന്നും കൂടി മാണിക്കത് ചെയ്യാം, അവിടെ ശേഷം വെക്കട്ടെ. ഓക്കെ, നോക്കിക്കോളിട്ടോ. ബാക്കി ആളുകളൊക്കെ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് രണ്ട് നല്ല വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ നമ്മൾ പഠിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണെന്ത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ ആണ് സർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ? ഇവിടെ പറയുന്നുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് എ വൈബ്രേഷൻ ആൻ ഒബ്ജക്ട് ഇൻഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. അല്ലേ? അത് പറഞ്ഞത് കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു ചെയ്യാണ് കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഇവിടെ പറയുന്നുണ്ട്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഇസ് ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഇൻഡ്യൂസ് പ്രേരിപ്പിച്ചു ബൈ എൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്. വേറെ ഒബ്ജക്ട് എന്ത് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. അതായത് കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണ മൂലം ഇൻഡ്യൂസിന്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുക. ഒരു എക്സ്റ്റേണൽ ഒരു വസ്തു എന്ത് ചെയ്യുക, കമ്പനം ചെയ്യുക. അതായത് ഇവിടെ പറഞ്ഞു, ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യുക, ടാബിൾ വൈബ്രേറ്റ് ചെയ്യുക. സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് സർ, ഞങ്ങൾക്ക് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ റെസണൻസ് എന്താണ്? റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുനാദം അല്ലേ? എന്താണ് അനുനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇവിടെ കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടില്ല, സ്റ്റെതസ്കോപ്പ് ഉണ്ട്. സ്റ്റെതസ്കോപ്പ് നമ്മൾക്ക് പനിയൊക്കെ വന്നാൽ പനി ഉണ്ടോ നോക്കല്ല, നമ്മൾ ഹൃദയമിടിപ്പൊക്കെ റെഡിയാണോ, ഇവിടെയൊക്കെ പൾസൊക്കെ ഓക്കെയാണൊക്കെ നോക്കുകയാണ് ശരിക്കും അല്ലേ? അല്ലെ പനി ഉണ്ടോ നോക്കല്ല, പനി ഉണ്ടോ നമ്മൾ തൊട്ടൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ നിങ്ങളൊക്കെ പനിച്ചു കഴിഞ്ഞാൽ പോവാറുണ്ടാകും അല്ലേ? ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വെക്കും, ഇങ്ങനെ ഇത്ര ചൂടുണ്ട് നോക്കും അല്ലെ, എത്ര ടെമ്പറേച്ചർ എത്ര ഉണ്ട് നോക്കും. അതാണ് പനി ഉണ്ട് നോക്കുന്ന സാധനം. പക്ഷെ ഇവിടെ നമ്മൾ ഇത് ശരിക്കും നോക്കണം എന്താണ്, സ്റ്റെതസ്കോപ്പ് ആണ്. ഈ സ്റ്റെതസ്കോപ്പില് എങ്ങനെയാണ് നമ്മുടെ ഹൃദയമിടിപ്പ് മനസ്സിലാവുന്നത് അല്ലെ? അതാണ് നോക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട്, ഹൃദയമിടിപ്പ് നമ്മൾ പറയാറുണ്ട്, ഹൃദയം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്.
ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ ലങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാ ഭാഗത്തും വൈബ്രേഷൻ ഉണ്ട് കേട്ടോ, പൾസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ ഇതിനൊരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാകും, നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും ഇവിടെ അല്ലേ. നമ്മുടെ ഹാർട്ടിന് എന്തുണ്ടാകും, ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാകും. അപ്പോ ആ സ്വാഭാവിക ആവൃത്തി അപ്പൊ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പോ നമ്മൾ ആ നേരത്താണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, നമ്മളെ മിടിപ്പ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്റെ ആ സ്റ്റെതസ്കോപ്പിന്റെ സാധനം വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ നാച്ചുറൽ ഫ്രീക്വൻസി എന്റെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും, എന്റെ ഹൃദയത്തിന് ഉണ്ടാവും, എന്റെ ഹാർട്ടിന് എന്തുണ്ടാകും, എന്റെ ഇവിടെ നിന്നുണ്ടാകും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ആ നാച്ചുറൽ ഫ്രീക്വൻസി ആർക്ക് കിട്ടും, സ്റ്റെതസ്കോപ്പിന് കിട്ടും. എന്ത്, ഫോഴ്സ്ഡ് വൈബ്രേഷൻ മൂലം. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യും, ചെയ്യടാ, നമ്മുടെ സ്റ്റെതസ്കോപ്പും വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ രണ്ടാളും ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പൊ തന്നെ സെക്കൻഡുകൾ കൊണ്ട് എന്ത് ചെയ്യും, എന്റെ ഹൃദയത്തിന്റെയും ഇവിടത്തിന്റെയും അതിന്റെ സ്വാഭാവിക ആവൃത്തിയിൽ തന്നെ ആര് വൈബ്രേറ്റ് ചെയ്യും, ഈ സ്റ്റെതസ്കോപ്പും വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ രണ്ടാളുടെയും സ്വാഭാവിക ആവൃത്തി, സ്റ്റെതസ്കോപ്പിന്റെയും എന്റെ ഹൃദയത്തിന്റെയും സ്വാഭാവിക ആവൃത്തി തുല്യമാകുമ്പോൾ എന്ത് ചെയ്യും, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് നന്നായി ആദ്യം വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കൂടും, ഫ്രീക്വൻസി കൂടും. അപ്പൊ എന്ത് കേൾക്കും, ഫ്രീക്വൻസി സൗണ്ട് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ചെവിയിൽ ഇങ്ങനെ കേൾക്കും. അപ്പൊ മിടിപ്പ് കുറവാണ്, അല്ലെങ്കിൽ ഇത് കുറവാണ്, അപ്പൊ ഇങ്ങനെ പറയാ, വല്ലാതെ കേൾക്കില്ലെങ്കിൽ പറയും വലിയ മിടിപ്പ് കുറവാണ്, അല്ലെങ്കിൽ പല സൗണ്ടുകളും വേരിയേഷൻ വരും, ചുമണ്ട്, മറ്റേ കഫ് ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് സംഭവം. ക്ലിയർ ആണല്ലോ, മനസ്സിലാവുണ്ടല്ലോ. ഓക്കെ സർ, മനസ്സിലായി. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. അപ്പൊ എന്താണ്, എന്റെ ഇവിടുത്തെ സ്വാഭാവിക ആവൃത്തി ആർക്ക് കിട്ടാണ്, ഫോഴ്സ് വൈബ്രേഷൻ മൂലം, പ്രണോദ കമ്പനം മൂലം ആർക്ക് കിട്ടാണ്, സ്റ്റെതസ്കോപ്പിന് കിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, എന്റെ ഇവിടുത്തെ സ്വാഭാവിക ആവൃത്തിയും സ്റ്റെതസ്കോപ്പിന്റെ സ്വാഭാവിക ആവൃത്തിയും എന്ത് ചെയ്യും, തുല്യമാകുമ്പോൾ എന്ത് ചെയ്യും, രണ്ടാളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി തുല്യമായി കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് എന്തെനിക്കറിയോ, റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം. രണ്ടാളുടെയും സ്വാഭാവിക ആവൃത്തി തുല്യമാകും. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, മാക്സിമം ആയതിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് എന്ത്, റെസൊണൻസ് അല്ലെങ്കിൽ അനുനാദം. ഇവിടെ സിമ്പിൾ ആയിട്ട് നോക്കാം, ഇത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. നോയിക്കോട്ടോ, സിമ്പിൾ ആണ് നോയിക്കോളൂ. ഇത് രണ്ടും ഒരേ ലെങ്ത് അല്ലേ, ഒരേ മെറ്റീരിയൽ അല്ലേ, ഒക്കെ ഒന്നാണ്, ഒരേ മെറ്റീരിയൽ ആണ്, ഒരേ ലെങ്ത് ആണ്, ഒരേ കനാണ്. അപ്പൊ രണ്ടിന്റെയും സ്വാഭാവിക ആവൃത്തി തുല്യല്ലേകാരം ആണ്. അപ്പൊ ഞാനിത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കട്ടോ. അപ്പൊ ഇതിൽ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത് ആരാ, നന്നായി ശ്രദ്ധിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഞാനിത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാണ്. അപ്പൊ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത് ആരാ, കാണുന്നില്ല മക്കളെ, കാണുന്നില്ലേ, ഇത് വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത് ആരാ, ഇയാളല്ലേ. ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വൈബ്രേറ്റ് ചെയ്ത് ഇയാളല്ലേ. കാരണം എന്താണ്, ഇയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യും. ബാക്കി തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇയാളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആയി. അപ്പൊ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യണം. അതാണ് റെസൊണൻസ്. നോക്കിക്കോളി, ഞാൻ ഇത് ആക്കുമ്പോൾ ഇത് മാത്രം, ഇവർ രണ്ടാളും മാത്രമേ നല്ല ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ്, ബാക്കിയുള്ള വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഇല്ല. ബാക്കിയുള്ള ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടുള്ള ഫോഴ്സ് വൈബ്രേഷൻ ആണ്. എല്ലാവരും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇയാൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഇയാളാണ്. കാരണം എന്താണ്, രണ്ടിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യാണ്. എന്നാൽ ഇയാളും സെയിം അല്ലേ. അപ്പൊ നോക്കിക്കോട്ടോ, അപ്പൊ ഇയാളെ കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇയാളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇയാളാണ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്. രണ്ടും ഒരേ വലുപ്പമാണ്, ഒരേ സൈസ് ആണ്, ഒരേ കനാണ്, ഒക്കെ സെറ്റ് ആണോ. അപ്പൊ രണ്ടാളുടെയും സ്വാഭാവിക ആവൃത്തി തുല്യമായി കഴിഞ്ഞാൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് ആണ് ആയത്. ഇതാണ് തുലന സ്ഥാനം. ഇതാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട്, അതാണ് ഒരു ഓസിലേഷൻ, ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയുക, ദ്വാലനം. ക്ലിയർ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ സർ, മനസ്സിലായി, സെറ്റ് ആണ്. ഇതാ, അപ്പൊ ഇതാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്, ഫോഴ്സ് വൈബ്രേഷൻ ആണ്, പ്രണോദിത കമ്പനാണ്. ഓക്കെ സർ, ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ ഞങ്ങൾക്ക് സെറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കോട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ ചെറുതായിട്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന്. ഓക്കെ ശ്രദ്ധിച്ചോ കേട്ടോ. എന്താണ് അനുനാദം, എന്താണ് റെസൊണൻസ്? ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സിംഗ് ഒബ്ജക്ട്. ആരാണ് ഫോഴ്സ് ചെയ്യുന്ന ഒബ്ജക്ട് അല്ലെ, ഒരാൾ എന്ത് ചെയ്യാണ്, ഫോഴ്സ് ചെയ്യിപ്പിക്കാണ് ചെയ്യുക. അപ്പൊ മൊബൈല് മറ്റാളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാണ് ചെയ്യുക, ടാബിള്. അപ്പൊ ഫോഴ്സിംഗ് ഒബ്ജക്ട് ആൻഡ് ദ എൻഫോഴ്സ്ഡ് ഒബ്ജക്ട്, ആരാണോ വൈബ്രേറ്റിന് വിധേയമായത് ഓലും ആർ ഈക്വൽ. അതായത് രണ്ടാളുടെയും നാച്ചുറൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുക, സെയിം ആകാൻ അർത്ഥം. ദ ഒബ്ജക്ട് ആർ സെയ്ഡ് ടു ബി റെസൊണൻസ്. ഒബ്ജക്ട് എന്താണ്, റെസൊണൻസിലാണ് പറയാം. ദ ഒബ്ജക്ട്സ് അണ്ടർഗോയിങ്, അപ്പൊ എന്ത് ചെയ്യും, റെസൊണൻസ് വിൽ ബി വൈബ്രേറ്റ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുണ്ടല്ലോ. അല്ലെങ്കിൽ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ഇയാളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, ഇതിന് വിധേയമാകാണ്. അപ്പൊ ഇയാൾ വൈബ്രേറ്റ് ചെയ്യും, വിധേയമാകുന്ന വസ്തുവും അതേപോലെ എന്താ പറഞ്ഞത്, വിധേയമാകുന്ന സ്വാഭാവിക ആവൃത്തിയും. പ്രേരണം ചെലുത്തുന്ന ആരാണ്, പ്രേരണം ചെലുത്തുന്നതാണ്. ഇതാണ് ഞാൻ ഇത് ആക്കുമ്പോൾ ഇതാണ് പ്രേരണം ചെലുത്തുന്നത്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്.
ഇതാണ് വിധേയമാകുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണ് സർ, മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിന്റെ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാവലാണ് എന്ത് ചെയ്യുന്നത്? തുല്യമായാൽ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. ഓക്കെ, അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിൽ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. സെറ്റ് നല്ലോണം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്തില്ലേ? യെസ്, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ അനുനാദം റെസൊണൻസ് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ റെസൊണൻസ് അനുനാദം പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രാക്ടിക്കൽ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്? നമ്മുടെ സ്റ്റെതസ്കോപ്പ്. ഒന്ന് റേഡിയോ സാർ എങ്ങനെയാണ്? റേഡിയോടാ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. റേഡിയോ ഞാനൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ റേഡിയോ നിലയാണ്, റേഡിയോ നിലയാണ് വിചാരിച്ചോളൂ. ആകാശവാണി കോഴിക്കോട്, അല്ലെങ്കിൽ റേഡിയോ എഫ് എം, അല്ലെങ്കിൽ മാംഗോ എഫ്, എന്താണ് വിചാരിച്ചോളൂ. അവിടെ നിന്ന് എന്ത് ചെയ്യും? സൗണ്ടിന് ഒരു ഫ്രീക്വൻസിയിൽ വിടും. 212 ഹെർട്സിൽ വിട്ടു വിചാരിക്കട്ടെ, മനസ്സിലാക്കാൻ. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വിടും. റേഡിയോ ആണ്, എത്ര ദൂരത്തേക്കും പോകും. നമ്മുടെ വീട്ടിലെ ടൈപ്പിൽ എന്ത് ചെയ്യും? റേഡിയോയിൽ എന്ത് ചെയ്യും? നമ്മൾ 512 212 ഹെർട്സ് ആക്കും. നമ്മൾ ഇങ്ങനെ ട്യൂൺ ചെയ്യില്ലേ? അപ്പൊ ഇവിടുന്ന് വിട്ടതും ഇവിടുത്തതും ഒരേ ഫ്രീക്വൻസിയിലാവൂലേ? നാച്ചുറൽ ഫ്രീക്വൻസിയിലാവൂലേ? അപ്പൊ രണ്ടാളും ഒരേ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും? നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും പറഞ്ഞു. അപ്പൊ സൗണ്ട് എല്ലാം കേൾക്കും. അപ്പോഴാണ് റേഡിയോ വർക്ക് ചെയ്യുന്നത്. സിമ്പിൾ സാധനം പറഞ്ഞാൽ നമുക്ക് പഠിക്കാനൊന്നുമില്ല, സിമ്പിൾ സാധനം പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, മനസ്സിലായി. പിന്നെ ഗിറ്റാറിന്റെ സ്ട്രിങ് ഒക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഗിറ്റാറിന്റെ സ്ട്രിങ് മനസ്സിലാവുണ്ടല്ലോ? ഗിറ്റാറിന്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യും, ബാക്കിയുള്ള എന്തെങ്കിലും കൂടി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല സൗണ്ടിൽ കേൾക്കും. അതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? അതിന്റെ പേര് മാത്രമേ പഠിക്കാനുള്ളൂ. MRI സ്കാനിങ്, നമ്മളൊക്കെ തലയൊക്കെ MRI സ്കാനിങ് എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ കമ്പനി നമ്മുടെ ബോഡിന്റെ കമ്പനിയൊക്കെ ഒരുമിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റെതസ്കോപ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് എന്ത്? MRI സ്കാനിങ് ഒക്കെ. ചില ആളുകൾക്ക് MRI സ്കാനിങ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് അതിനെ കുറിച്ച് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്? പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? രണ്ടും ഒരുമിച്ചാണ് ഏകദേശം വരും അല്ലേ? ഫോഴ്സ് വൈബ്രേഷൻ ഉണ്ടാവണമല്ലോ എന്തുണ്ടാവുന്നത്? റെസൊണൻസ് ഉണ്ടാവുന്നത്. ഒന്ന് MRI സ്കാനിങ്, രണ്ട് റേഡിയോ ട്യൂണിങ്, നമ്മുടെ റേഡിയോ. പിന്നെ എന്താണ്? ഗിറ്റാർ, വീണ, വയലിൻ, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ. ഒന്ന് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മറ്റു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്റ്റെതസ്കോപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇനിയും കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ചാപ്റ്ററിന്റെ സൗണ്ട് എന്ന് പറഞ്ഞ ഭാഗം എന്ത് ചെയ്തു? കഴിഞ്ഞു. അതായത് നമ്മൾ സൗണ്ടിനെ കുറിച്ചാണ് ഇവരെ പറഞ്ഞത്. ഓസിലേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും സൗണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാൻ എന്താ? ശരിക്കും എന്താ കംപ്ലീറ്റ് വേവിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നത്. കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇതിനില്ല. കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ചാപ്റ്ററിന്റെ പേരുണ്ട് വേവ് അല്ലെ? വേവ് അല്ലെങ്കിൽ തരംഗങ്ങൾ. കംപ്ലീറ്റ് നമ്മൾ വേവിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഓസിലേഷൻ ആണ് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ പഠിച്ച കുറച്ച് സാധനം എന്താണ്? സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി സൗണ്ട് തന്നെയാണ്, പക്ഷെ സൗണ്ടിനേക്കാൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നതാണ് വേവ്. സൗണ്ട് സഞ്ചരിക്കുന്ന രീതി എങ്ങനെയാണ്? നമ്മളിപ്പോ എപ്പോൾ കൺഫ്യൂഷൻ ആക്കണില്ല, ഒരു വേവ് രീതിയിലാണ് നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആലേക്കന്നെ വേണ്ട. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിക്കൊന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് അടുത്ത ഭാഗം, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് സൗണ്ട് വേവ്സ് എന്നാണ്. വേവ്സിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് വേവ്? നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിലേക്ക് തന്നെ നമുക്ക് പോയി നോക്കാം. എന്താണ് വേവ് എന്താണ്? ഓക്കെ, എന്താണ് വേവ്? ഈ വേവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അടുത്ത ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? അപ്പൊ തരംഗങ്ങളെ കുറിച്ച്, തരംഗം എന്ന് പറയും മലയാളത്തിൽ, അതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതോടുകൂടി ഈ ചാപ്റ്റർ പാർട്ട് 3 കൂടി ഉള്ളൂ. അതോടുകൂടി ഈ ചാപ്റ്റർ ഫില്ലാവും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.